വടക്കൻ കേരളത്തിന്റെ പ്രിയപ്പെട്ട ടൂറിസം സ്പോട്ടായി മാറുകയാണ് കടലുണ്ടി ചെറിയ തുരുത്തിലെ ഒരു കുടുംബം നടത്തുന്ന ഐലാൻഡ് ടൂറിസം. കടലുണ്ടി പുഴയുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ള തോണിയാത്രയും രുചികരമായ നാടൻ ഭക്ഷണവുമാണ് ഇവരുടെ പ്രത്യേകത. ഒഴിവു ദിനങ്ങൾ കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ സഞ്ചാരികളുടെ തിരക്കാണ് ഇപ്പോൾ ചെറിയ തുരുത്തിലേക്ക്. കടലും പുഴയും മുഖാമുഖം കഥ പറയുന്ന കടലുണ്ടി അഴിമുഖത്തെ തൊട്ടറിഞ്ഞ ഒരു യാത്ര. അന്യം നിന്നുകൊണ്ടിരിക്കുന്ന കണ്ടൽ വനങ്ങളെ തൊട്ടറിയാൻ ഒരവസരം. കരിമീൻ, കല്ലുമ്മക്കായ, മുരുയിറച്ചി തുടങ്ങിയ നാടൻ വിഭവങ്ങൾ ഒരുക്കിയുള്ള സമൃദ്ധമായ ഭക്ഷണം. ഇതെല്ലാമുണ്ട് കടലുണ്ടി ചെറിയ തുരുത്തി സ്വദേശി അമ്പാളി ബാബുരാജിന്റെയും മകൻ ഷംജിത്തിന്റെയും നേതൃത്വത്തിൽ ആരംഭിച്ച ഐലാൻഡ് ടൂറിസം പാക്കേജിൽ. ഞാൻ ആദ്യം കമ്മ്യൂണിറ്റി റിസർവിൻ്റെ അവിടെ വരുന്ന ആളുകളെ നമ്മൾ ആദ്യമായിട്ട് തോണിയാത്രക്ക് ഞാൻ അതിന് ഒരുപാട് സമയം പോയിനി. ആ തോണിയാത്രയാണ് എന്നെ ഈ ടൂറിസം മേഖലയിലേക്ക് കൊണ്ടുവരാനുള്ള കാരണം ഉണ്ടായത്. പ്രധാനമായിട്ട് നമ്മൾ ഈ ട്രിപ്പ് കടലുണ്ടി പുഴയിലൂടെയുള്ള ഈ യാത്ര, തോണിയാത്രയാണ് നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ കസ്റ്റമേഴ്സിന്, നമ്മളെ ഗസ്റ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള ഫുഡുകൾ. കണ്ടൽവനവും കടലുണ്ടി അഴിമുഖവും നേരിൽ കണ്ടുള്ള തോണിയാത്രയാണ് പാക്കേജിന്റെ പ്രധാന ആകർഷണം. Yeah, it's a beautiful landscape here, and it's great that they're preserving it for future generations and actually regrowing it. So it's great to preserve it. It's beautiful. മത്സ്യകൃഷിയിൽ ദേശീയ അവാർഡ് ജേതാവായ ബാബുരാജിന്റെ മത്സ്യ ഫാമിൽ നിന്ന് തന്നെ പിടിക്കുന്ന മീനുകൾ വീട്ടിൽ നിന്ന് പാകം ചെയ്താണ് സഞ്ചാരികൾക്ക് നൽകുക. ഇതിനോടകം വിദേശികളും സ്വദേശികളുമായി ആയിരക്കണക്കിന് സഞ്ചാരികൾ ഐലാൻഡ് ടൂറിസം പാക്കേജിനായി ചെറിയ തുരുത്തിയിൽ എത്തിക്കഴിഞ്ഞു. നവമാധ്യമങ്ങളിലൂടെയാണ് ഇപ്പോൾ കൂടുതൽ പേരും ഐലാൻഡ് ടൂറിസത്തെക്കുറിച്ച് അന്വേഷിച്ചെത്തുന്നത്. അവധി ദിനങ്ങൾ അടുക്കുന്നതോടെ ഐലാൻഡ് ടൂറിസത്തെ തേടിയുള്ള സഞ്ചാരികളുടെ ഒഴുക്ക് ഇനിയും ഇരട്ടിയാകും. കടലുണ്ടിപ്പുഴയുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ള ഈ തോണിയാത്ര, നല്ല നാടൻ ഭക്ഷണം, ലോക ടൂറിസം ഭൂപടത്തിൽ കോഴിക്കോടിനെ അടയാളപ്പെടുത്താനുള്ള കടലുണ്ടിയുടെ സംഭാവനയാണ് ഐലാൻഡ് ടൂറിസം. ക്യാമറമാൻ അഖിൽ ഓട്ടുപാറയോടൊപ്പം നിഖിൽ പ്രമേഷ്, റിപ്പോർട്ടർ.